Hi, welcome back. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ നമ്മുടെ കാത്തിരിപ്പാണ് നമ്മുടെ ബാക്കിൽ കിടക്കുന്ന നമ്മുടെ ആറ്റം കണ്ടില്ലേ ഫുള്ളി കളർ ചേഞ്ച് ഒക്കെ നടത്തി നല്ല എനിക്കൊന്ന് കേരളത്തിൽ തന്നെ അധികമൊന്നുമല്ല എൻ്റെ കണ്ണിൽ ഈ ഒരു സെന്നിന് ഈ ഒരു കളർ ചെയ്താലും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആയ ഒരു കളറും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാസം മുന്നേ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ വണ്ടി അപ്ഡേഷൻ കയറ്റുവാണ്, ഇതേപോലെ വർക്കും കാര്യങ്ങളും. അതിന് മുന്നേ നമ്മൾ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കിൻ്റെ വീഡിയോസ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ വണ്ടിയെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു മാസത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം നമുക്ക് അപ്ഡേഷൻ ടൈം ഉണ്ടായിരുന്നു. കാരണം പെയിൻ്റൊക്കെ ചെയ്ത് ഫുള്ള് വണ്ടി സ്ട്രിപ്പ് ചെയ്താണ്, ഫുള്ള് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ന്യൂ ലുക്കിലാണ് നമ്മുടെ ആറ്റം നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോണത്. അപ്പോൾ ഞാനല്ല റിവീൽ ചെയ്യാൻ പോണത്, എൻ്റെ അച്ഛനും അമ്മയാണ്. അവരെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മനെ വിളിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പം ഇവരെ കൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ആറ്റത്തിനെ റിവീൽ ചെയ്യിക്കാൻ പോണത്. ഇപ്പോൾ ഇവർ ഓൾറെഡി കണ്ടു. എങ്ങനെ ഉണ്ടാച്ചാൽ നമ്മുടെ വണ്ടി? അടിപൊളിയല്ലേ? അമ്മ എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഓക്കെ, അപ്പം ഇവരാണ് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതേ അമ്മ അച്ഛനും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ ആറ്റത്തെ എത്തിക്കുവാണ്. അപ്പോൾ അതെ നമ്മുടെ വണ്ടി അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നീണ്ട ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ വണ്ടിയെ നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നത്. കൂടാതെ തന്നെ നമ്മൾ റൂഫ് ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആറ്റത്തെ റിവീൽ ചെയ്ത ദിവസം തന്നെ നമുക്ക് ഒരു ചെറിയൊരു കേക്ക് മുറിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം കൂടെ നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഈ നിമിഷം വരെ ഫുൾ സപ്പോർട്ടോടെ നിന്ന് നമ്മുടെ ക്രൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. അതുകൂടാതെ 2 പേര് ക്യാമറയുടെ ബാക്കിലുണ്ട്. നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ സായണനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ധർമ്മേഷ്. അവരൊക്കെ നമ്മുടെ ക്യാമറയുടെ ബാക്കിലായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോസ് എടുക്കുകയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രണ്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ കൂടെ നമ്മൾ വീഡിയോയിൽ ഓർക്കുവാണ്. അപ്പോൾ ഒരുപാട് പേര് ഇനിയും വരാനുണ്ട്. അപ്പോൾ എല്ലാവരും ഓർത്തുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുവാണ്. ആയിക്കോട്ടെ. അപ്പോഴേ നമ്മുടെ കാര്യങ്ങളൊന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല. നമ്മുടെ ആറ്റത്തെ ഇതുവരെ ഫുള്ളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് വേറൊരു സ്പോട്ടിലേക്ക് പോയി നമുക്ക് ആ ആറ്റത്തെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ട്, അതായത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ആലപ്പുഴയിലെ ഫുഡ്ലാൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഷോപ്പാണ്. അപ്പോൾ അവരാണ് നമുക്ക് ഈ ഒരു സ്പോട്ട് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഇവിടെ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ തൊട്ട് പറ്റേ കാണുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് റിസോർട്സും കാര്യങ്ങളൊക്കെ നോക്കിയാലും അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു കായലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്പോട്ട് തന്നെ വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡ്ലാൻഡ് റെസ്റ്റോറൻറ്റിന് ഒരു വളരെയധികം നന്ദിയുണ്ട് നമുക്ക് ഈ ഒരു സ്പോട്ട് അറേഞ്ച് തന്നതിന്. അപ്പോൾ ഇനി അധികം ഡിലേ ആക്കുന്നില്ല, നമ്മുടെ ആറ്റത്തിന് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റിവീലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് എടുക്കുന്ന സ്പോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി കൺജസ്റ്റഡ് ആയിരുന്നു കാര്യം, വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രൗഡ് അവിടെ സൃഷ്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മളിവിടെ ഒരു സമാധാനമായിട്ട് നിങ്ങളെ വ്യക്തതയോടെ കാണിക്കണമല്ലോ വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ഗ്രില്ലിൽ വരുന്ന ഈ ഒരു ലൈറ്റാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ വണ്ടി ഓടി വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആ ഒരു ലൈറ്റാണ്. കത്തി കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അതുകൂടാതെ തന്നെ പിന്നെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നോർമലി നേരത്തെ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന അതേ ബമ്പർ ലിപ്പ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പെയിൻ്റാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പെയിൻ്റാണ്. അപ്പോൾ നിങ്ങൾ അടുത്തോട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നോക്കിയേ,
വെയിലടിക്കുന്ന സ്പോട്ടിൽ കണ്ട തിളങ്ങുന്ന കണ്ട നമ്മൾ ഗിൽറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു തിളക്കം എന്ന് വെയിലത്തെ കൊണ്ടിരുന്ന സമയത്ത് നല്ല രീതിയിൽ തിളങ്ങി നിൽക്കും വണ്ടി. അതാണ് നമ്മുടെ വണ്ടിയിലെ പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കളർ മിക്സ് ചെയ്ത് തന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവരുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു വണ്ടിയുടെ കളർ ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു പെയിൻറ്റ് മിക്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്കൊന്ന് ഏകദേശം ഒരു ദിവസത്തോളം അവർക്ക് മെനക്കേടായിരുന്നു ഈ ഒരു കളർ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ അവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ വണ്ടി പെയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷൈബു ചേട്ടനാണ്. ഷൈബു ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വർക്ക്ഷോപ്പാണ്. ആലപ്പുഴ കളർ കോഡുള്ള ബൈപ്പാസ് ഇറങ്ങി വരാൻ നേരമാണ് പുള്ളിയുടെ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് പെയിൻറ്റ് ചെയ്ത് ഇറക്കിയത്. പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയയാണ് നമ്മുടെ ഈ ഒരു ഗിൽറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പേളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം കറക്റ്റ് അറിയില്ല, ആ ഒരു സംഭവമാണ് നമ്മുടെ വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നമ്മുടെ വണ്ടിക്ക് ഇത്രയും നല്ലൊരു തിളക്കവും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിനാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പെയിൻറ്റുള്ളൊരു സെൻ ഇതുവരെ നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നാണ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ആകാശനീല ടോണായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷേ ശരിക്കും വണ്ടിയുടെ കളർ അതല്ല, ഒരു ഗ്രീനിഷ് ടോണാണ് നമ്മുടെ വണ്ടിയിലേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയിലേക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ നമ്മുടെ റൂഫ് നമ്മൾ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ടുണ്ട്. നല്ല ഗ്ലോസി ബ്ലാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അതെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ സ്കേർട്ടിങ് നമ്മൾ ഈ ഒരു സ്കേർട്ടിങ് നമുക്ക് തന്നെന്ന് പറഞ്ഞാൽ കുറച്ച് റേറ്റ് കുറച്ച് നമുക്ക് നല്ല രീതിയിൽ റേറ്റ് കുറച്ച് തന്നത് നമ്മുടെ ഇൻസ്റ്റാ പേജ്, അതായത് നമ്മുടെ ഇൻസ്റ്റയിലുള്ള സെൻസ്റ്റർ KSD എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിങ് ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് പുള്ളിക്കാരനാണ് എനിക്ക് അത്യാവശ്യം നല്ല റേറ്റിനാണ് തന്നത്. അപ്പോൾ സെൻസ്റ്റർ KSDയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സെന്നിൻ്റെ ഏത് വണ്ടിയാണെങ്കിലും പാർട്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അലോയ്സ് കണ്ടില്ലേ, നമ്മുടെ 12 ഇഞ്ച് അലോയ്സ്. അപ്പോൾ ഈ ഒരു അലോയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായമാണ് നമ്മുടെ അലോയ്സിനെ കുറിച്ച് പറയുന്നത്. കാരണം ഈ ഒരു അലോയ്സിൻ്റെ ആ ഒരു തിളക്കവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ നേരത്തെ കളർ ഒരുപാട് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ടോണുമായിട്ട് ഈ ഒരു നമ്മുടെ അലോയ്സിൻ്റെ ആ ഒരു ഗിൽറ്റും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചേരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ പുറമേ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് പേര് സ്നേഹിക്കുന്ന നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് കാണണ്ടേ, കാണിച്ചു തരാം. അപ്പോൾ നേരെ നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് വരാം. നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ ഫുള്ള് നമ്മൾ ബ്ലാക്ക് ഔട്ട് ആക്കിയിരിക്കുകയാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ മൊത്തത്തിൽ ബ്ലാക്ക് ആക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റും കാര്യങ്ങളും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ, അതായത് ഫുൾ ആറ്റത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ഇപ്പോൾ നോർമൽ നമ്മുടെ നേരത്തെ സൗണ്ട് സിസ്റ്റം തന്നെയാണ്, അതിൽ നമ്മൾ സ്പീക്കേഴ്സും കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് ട്യൂട്ടറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണം. അടിപൊളി ഒരു വീഡിയോയും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോസിനെ നിങ്ങൾ കാത്തിരിക്കുക. പിന്നെ വേറൊരു ചെറിയൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിൽ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ ആറ്റത്തിൻ്റെ ഓൾറെഡി അത് ചെയ്തതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ആറ്റത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം ഇതേപോലെ വർക്കെടുത്ത്, അതായത് ഈ ഒരു കളർ ടോണിൽ വർക്കെടുത്ത സെൻ കേരളത്തിൽ അധികം ഇല്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ നീറ്റായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാൻഡേർഡായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഈ നിമിഷം വരെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിച്ച. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നേരിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു നിലയിലേക്ക് വളർന്നെത്തിയത്. അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് നിങ്ങൾ തന്നെയാണ്. നമ്മുടെ ചാനൽ 200K എന്ന് പറയുന്ന ആ ഒരു വലിയ സബ്സ്ക്രൈബർ കൗണ്ടിലേക്ക് വളർന്നിരിക്കുകയാണ്. അതിൽ ഓരോ പങ്കും നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്. അപ്പോൾ അത് നിങ്ങളോട് നന്ദി പറയുവാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയുവാണ്, സത്യം അങ്ങനെ വേണം പറയാൻ. അത്രയ്ക്ക് എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒന്നുമില്ലാതിരുന്ന എന്നെ ഇന്ന് ഈ ഒരു നിലയിലേക്കൊക്കെ എത്തിക്കാൻ നിങ്ങളാണ് ഒരുപാട് സഹായിച്ചത്. അപ്പോൾ എന്നെ ഇനിയും നിങ്ങളുടെ കൂടെ, നിങ്ങൾ ഇനിയും എൻ്റെ കൂടെ നിൽക്കണം, ഫുൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ സന്തോഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവച്ചില്ലെങ്കിൽ അത് ശരിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ അവരാണ് ഇന്ന് എന്താ പറയുക, ഞാൻ ഇന്ന് ഈ ഒരു നിലയിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് എൻ്റെ അച്ഛനാണ്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം അച്ഛൻ സപ്പോർട്ട് ചെയ്തു. ഒരു കാലം വരെ എനിക്ക് 1 രൂപ പോലും വരുമാനം ഇല്ലായിരുന്നൊരു കാലം വരെ എനിക്ക് അച്ഛനാണ്. എല്ലാ വീഡിയോ എടുക്കാൻ പോകാനാണെങ്കിലും എനിക്ക് മൊബൈൽ ഫോൺ വാങ്ങിയത്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ചു തന്ന അച്ഛനാണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സപ്പോർട്ടിന്. അപ്പോൾ അവരെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവരെ കൊണ്ടാണ് നമ്മുടെ വണ്ടി റിവീൽ ചെയ്തത്. പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാർ ഒരുപാട് പേര്, അതായത് ഈ നിമിഷം വരെ നമ്മൾ ഒന്നുമില്ലാതിരുന്ന സമയം തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നു. എടാ നീ ഇനി ചെയ്യണം, വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താ പറയുക, ഫുൾ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് ഒരുപാട്
ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ നന്ദിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആറ്റത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ആവുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാനും ആറ്റവും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.